Friends, welcome back to my channel. My name is Jalwa Jadeer. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരു കിടിലൻ ട്രിപ്പാണ്. നമ്മൾ ഫാമിലി ഒട്ടാകെ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് എടുത്തതാണ്. അപ്പോൾ ഇന്നൊരു കിടിലൻ വ്ളോഗാണ്. ബാക്കി എല്ലാ വിശേഷങ്ങളും പിന്നെ പറയാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ കൊച്ചു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നെ ലവ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം. The seasons come and go like thoughts of you, like a wave returns to the sea into the blue. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഊട്ടിയിലേക്ക് പോണ വഴിക്കുള്ള ഒരു ചുരമുണ്ട്, നാടുവാണി ചുരം. അത് കയറിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഊട്ടിയിലാണുള്ളത്. ഊട്ടിയിൽ ഏതൊരു ഷൂട്ടിങ് നടക്കുന്ന സ്ഥലമെന്നാണ് പറഞ്ഞാൽ. കുറേ പേരൊക്കെ ഉണ്ട് ഇവിടെ. കുറേ ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളും അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണിത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുതിരസവാരിയൊക്കെ ഉണ്ട്, ഹോഴ്സ് റൈഡിങ്. ഞാൻ കയ്യാണ് നോക്കട്ടെ. അവർ നല്ല റേറ്റാണ് പറയുന്നത്. ഹാഫ് റൗണ്ടിന് അത്ര അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അതിനനുസരിച്ച് അത് കൂടാതെ തന്നെ ഫോട്ടോ എടുക്കാൻ വരെ ഗൈസ് പൈസ ആണ് ചോദിക്കണേ. അപ്പോൾ കയ്യാണെങ്കിൽ ചോദിച്ചു നോക്കാം. പിന്നെ ഞാൻ നല്ല കെതുക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയറ്റമാണ്. ഈ കയറ്റത്തിൻ്റെ മേലെ കൂടെ കയറാണ്. അപ്പം നല്ല കെതുക്കും. അതാണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കുതിരകളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ തൽക്കാലം ഈ കുതിരയിൽ കയറുന്നില്ല, കാരണം എല്ലാവരും തിരക്കാക്കുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് സ്ഥലത്തും കൂടി പോകാനുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോവാണ്. സവാരിക്ക് വേണ്ടിയിട്ട് ഇതിൽ പറഞ്ഞ പ്രൈസാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ പോകുന്നത് ഒരു കൊച്ചു ബോട്ടിങ്ങിനാണ്. ഊട്ടിയിലുള്ള ഒരു ബോട്ടിങ്ങിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ബോട്ടിങ്ങിനാണ്. എന്താണ്, ഊട്ടിയിലുള്ളൊരു ബോട്ടിങ്ങിനാണ്. ഞാനും എൻ്റെ താത്തയും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളുള്ള ബോട്ടിങ്ങിനാണ്. സത്യം പറ അടിപൊളിയാണ്. ഇങ്ങോട്ടൊക്കെ അല്ല, ഇങ്ങോട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇത് ബാലൻസ് ചെയ്യാനാണ് കുറച്ച് പ്രയാസം. എന്നാലും കുറച്ച് ബാലൻസ് ചെയ്യണം. ഇതാണ് സംഭവം. പെടല് ഇതാണ്. ഇതിങ്ങനെ തിരിക്കണം. നല്ല പ്രയാസം തന്നെ. ഇത് ഗൈസ്, രണ്ടാളൊക്കെ പോകുമ്പോൾ ഭയങ്കര റിസ്ക്കുള്ളൊരു ജോബനാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്കൊക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കഴിയണത് ബോട്ടിങ് ഒഴിവാക്കാം. അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിലൊക്കെ കയറാൻ നിൽക്കാം. അതായിരിക്കും നല്ലതെന്ന് വിചാരിക്കും. ഇതിൻ്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളാകുമ്പോൾ എത്രയാണ്, 280 പിന്നെ 4 ആളാണ്. പിന്നെ ഉള്ളത് 8 ആൾക്കാണ്. സത്യം പറ അടിപൊളിയാണ്. നല്ല കൂളായിട്ട് ഓട്ടാനൊക്കെ കഴിയും. കാല് നല്ല വേദന ഉണ്ട്, അത് പറയാം. അരമണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ക്യാഷ് തിരിച്ചു കിട്ടും. അങ്ങനത്തെ ഒക്കെ കുറച്ച് ഒരിതുണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് ഓട്ടാനൊക്കെ കാലൊരു മസാജ് അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്തായാലും സംഭവം സെറ്റാണ്. ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ 150 രൂപ ഇതിൻ്റെ ചാർജും അതുപോലെ തന്നെ 250 രൂപ ഡെപ്പോസിറ്റുമാണ്. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ 250 രൂപ തിരിച്ച് കിട്ടും. അല്ലെങ്കിൽ ആ 250 തിരിച്ചു കിട്ടില്ല. പക്ഷെ അതുകൂടാതെ ഭയങ്കര ടഫുള്ള പരിപാടിയാണ്. നല്ല ക്ഷീണം. ഞാൻ അപ്പം തന്നെ നല്ല കെതിക്കുന്നുണ്ട്. പിന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തത്. ഞാൻ പറഞ്ഞ എന്താണ്, സ്കൂൾ കൂട്ടിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും. പിന്നെ എന്തായാലും കിടക്കാൻ വ്ളോഗ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഫ്രണ്ട്സ്, ഇനി നമ്മൾ പോകുന്നത് ഒരു ടീ ഫാക്ടറിയിലേക്കാണ്. ടീ ഫാക്ടറി മാത്രമല്ല, ടീ ഗാർഡനും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കെമിക്കലും കൂടാതെ തന്നെ കോഫി പൗഡറൊക്കെ അവിടെ ഉണ്ടാക്കുന്നതാണ്. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് തന്നെ അത് സെയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ആ ഫാക്ടറിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ കൈമേൽ എന്തോ ഒരു ഇത് കെട്ടിത്തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും കൈമേലും ഓരോന്നായിട്ട് കെട്ടുന്നുണ്ട്. പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഉള്ളിലോട്ട് കയറാനുള്ള എന്തെങ്കിലും പാസോ കാര്യങ്ങളോ ആവും. പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല. ഒരു ബ്ലൂ കളറിലുള്ളൊരു സാധനമാണ്. അതിങ്ങനെ ഒട്ടിച്ച് തരും. എല്ലാവരും ഇപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറും കൊണ്ട് നിൽക്കുകയാണ്. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left.
storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go. ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇവിടുന്ന് എല്ലാവർക്കും ചോക്ലേറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് അവരുണ്ടാക്കിയ. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പൂണിലാക്കിയാണ്ടാണ് കൊടുക്കുന്നത്. Through the wastelands, through the highways, and on we'll go. അപ്പോൾ നമ്മളിപ്പോൾ കോഫീൻ്റെ സ്ഥലത്തേക്ക് കയറിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും അടിപൊളി സ്ഥലം തന്നെയാണ്. നമുക്ക് എന്തായാലും ഒരു ചായ വരെ തരുന്നുണ്ട് ടേസ്റ്റ് നോക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചായപ്പൊടിൻ്റെ എല്ലാം മാറ്റിയിട്ട് ചായപ്പൊടി ആക്കണ മെഷീന്. അപ്പോൾ ഇത്ര വലുതാണ് ഈ മെഷീന്. പിന്നെ കൂടുതലായിട്ടുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി തരുന്ന ചായ. അടിപൊളിയാണ് ഗൈസ്. ഇവിടുത്തെ ചായപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ ചായയാണ്. എന്ത് പറയാനോ ഒരു അടിപൊളി സാധനം. Like a Hellcat. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ടീൻ്റെ സ്ഥലത്തുനിന്ന് പോവാണ്. ഇനി അടുത്ത് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ്. ഇനി അവിടെ നിന്നും കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് അവിടെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം.
ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ എത്തിയത് തന്നെ ഒരു 2 മണി 3 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് എന്താണ് അവസാനത്തെ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും കഴിഞ്ഞു. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയി. നമ്മൾ ബോട്ടാനിക്കൽ ഗാർഡനിന്നു ഒരു 6 മണി 7 മണി ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് എന്നെ രാത്രി അയക്കണം. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് വരുമ്പോൾ പിന്നെ ഞാൻ ആ ഒരു ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. രാവിലെ 2 മണിക്കാണ് നമ്മൾ പുറപ്പെട്ടത് കൊണ്ട് വളരെ ഇതായിട്ടാണ് എത്തിയത്. അപ്പോൾ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്കായി ഗുഡ് ബൈ.